കാർമലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണയായ മുന്തിരിവള്ളിയെ, സ്വർഗത്തിൻ്റെ അനാദൃശ്യവും നിർമ്മലവുമായ തേജസ്സെ, നിത്യകന്യകയായിരുന്ന ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഓ സമുദ്രതാരമേ, സ്നേഹനിർഭരയായ അമ്മേ, നിത്യകന്യകയെ, അങ്ങേ കർമ്മല മക്കൾക്ക് അങ്ങേ മഹാസംരക്ഷണ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൻ്റെ തേജസ്സിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥനയാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കാതെ വയ്യ. കാരണം അദ്ദേഹം ഈ പ്രാർത്ഥനയിൽ എടുത്തു പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. മറിയത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ഓ സമുദ്രതാരമേ എന്നാണ്. നാവികർക്ക് സമുദ്രതാരം എന്നും വഴികാട്ടിയാണ്. ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും മറിയം എന്നും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. വീണ്ടും മറിയത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് സ്നേഹനിർഭരയായ അമ്മയെന്നാണ്. നമ്മളെയൊക്കെ ദൈവീക സ്നേഹം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് മാതൃസഹജമായ സാന്നിധ്യമായി മറിയം എന്നും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നിരന്തരം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു അവൾ. 3-ാമതായി വിശുദ്ധൻ പ്രാർത്ഥിക്കുന്നത് നിത്യകന്യകയെന്നാണ്. ജീവിത വിശുദ്ധിയുടെ മാതൃകയായി, മാനുഷിക പര്യായമായി നമുക്ക് നിലകൊള്ളുന്നത് പരിശുദ്ധ അമ്മയാണ്. അവളെ കണ്ട് പഠിക്കുവിൻ എന്നാണ് നമ്മളെ പലപ്പോഴും ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. ആകയാൽ പ്രിയ സഹോദരരെ, കർമ്മല മാതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോടൊപ്പം പ്രാർത്ഥിക്കാം, കർമ്മലിലെ സുന്ദര കുസുമമേ എന്ന്. കാരണം ഈ ഒരു പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. കാർമൽ എന്ന പദം തന്നെ വളരെ പ്രത്യേകത നിറഞ്ഞൊരു പദമാണ്. ശക്തമായി നമ്മൾ ഈ ഒരു പദം 2 ഇടങ്ങളിൽ കാണുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ഒന്ന് ഏലിയ പ്രവാചകൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി അദ്ദേഹം ദൈവത്തിനായി സമർപ്പിച്ച കാഴ്ചവസ്തുക്കളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. വീണ്ടും അദ്ദേഹം ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വരൾച്ചയുടെ കാലഘട്ടത്ത് സമുദ്രത്തിൽ നിന്നും മനുഷ്യകരത്തോളമുള്ള ഒരു മേഘമുയർന്നു വരുന്നതും അത് പിന്നെ ആ നാട് മുഴുവനും അന്ധകാരത്തിലാക്കി പേമാരി പെയ്യ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരന്തരം സമാധാനവും സ്നേഹവും സംരക്ഷണവും നൽകുന്നതിനായിട്ട് നൽകിയ വലിയ ഒരു ശക്തമായ പ്രതീകമാണ്, സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിനും ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുന്നതിനും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇന്നും നിലകൊള്ളുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് നമുക്ക് അമ്മയുടെ സാന്നിധ്യം ആവശ്യമായിട്ടുള്ളത്? ഒരു ഭവനത്തിൽ നമുക്കറിയാം, ഒരു കുഞ്ഞ് ബലഹീനനാകുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകുമ്പോൾ അപ്പനോട് മധ്യസ്ഥം വഹിക്കുന്നത് അമ്മമാരാണ്. എല്ലാ കാര്യത്തിലും ഓക്കെ എന്ന് നമ്മൾ പറയുന്ന മക്കൾക്ക് ചിലപ്പോൾ അമ്മയെ കൊണ്ട് ആവശ്യം തോന്നാറില്ല. എന്നാൽ ജീവിതത്തിൽ ബലഹീനതയുള്ള മക്കൾക്കാണ് അമ്മമാരെ കൊണ്ട് കൂടുതൽ ആവശ്യം. ദൈവമക്കൾ എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നിരവധി പാപങ്ങളുടെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ പാപത്തിൻ്റെതായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോഴും ഈ അമ്മയുടെ സാന്നിധ്യം വളരെയധികം ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ ലൂക്കാ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ പോയി തല ഉയർത്തി നിൽക്കാൻ കഴിവില്ലാത്തവരാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം മധ്യസ്ഥം വഹിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നിറയ്ക്കുന്ന പേമാരിയായി പരിശുദ്ധ അമ്മ മാറുന്നു. അതോടൊപ്പം ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്ന സൗഭാഗ്യമായിട്ട് പരിശുദ്ധ അമ്മ മാറുകയും ചെയ്യുന്നു. ശക്തയായ മധ്യസ്ഥയായിട്ട് അവൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഈ അമ്മയെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. പരിശുദ്ധ അമ്മ കർമ്മല ഉത്തരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകുമ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ ഇതാണ്: മകനെ, ഇതാ നിൻ്റെ സഭയുടെ വസ്ത്രം, നിനക്ക് വേണ്ടി ഞാൻ നേടിയെടുത്ത കവചം, ഇത് നീ അണിയുവിൻ. കാരണം ഇത് ധരിച്ച് മരിക്കുന്ന വ്യക്തികൾ ആരും നിത്യനരകത്തിൽ പതിക്കുകയില്ല എന്ന്. ഈ ഒരു കർമ്മലോത്തരീയം നൽകുമ്പോഴേക്കും മറിയം തൻ്റെ ഉടമ്പടിയായിട്ടാണ് നൽകുന്നത്, സംരക്ഷണത്തിൻ്റെ ഉടമ്പടിയായിട്ട്. ബെനഡിക്റ്റ് 15 പാപ്പ തന്നെ കാണാൻ വന്ന പട്ടാളക്കാരോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്:
നമുക്കെല്ലാവർക്കും അത്ഭുതകരമായ ഒരു കവചത്തിൻ്റെ ആവശ്യമുണ്ട്. പരിശുദ്ധ കർമ്മല മാതാവ് നൽകിയ ഉത്തരീയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു കവചം നമുക്കുണ്ടോ? വീണ്ടും അദ്ദേഹത്തെ കാണാൻ വന്ന റോമിലെ സെമിനാരി വിദ്യാർത്ഥികളോടായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നമുക്കെല്ലാവർക്കും പൊതുവായ ഒരു ഭാഷ ആവശ്യമുള്ളതുപോലെ തന്നെ പൊതുവായ ഒരു ആയുധവും ആവശ്യമാണ്. സുവിശേഷ വാക്യങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു പൊതുവായ ഭാഷ നമുക്കില്ല. അതുപോലെ കർമ്മല ഉത്തരീയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആയുധവും നമുക്കില്ല. നോക്കുക, എത്ര ശക്തമായ സാന്നിധ്യമാണ് കർമ്മല മാതാവിൻ്റെ ഈ ഉത്തരീയത്തിന് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ ഓർക്കുക. ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ നമ്മളൊക്കെ ഈ കർമ്മലോത്തരീയം ധരിച്ചു തുടങ്ങിയവരാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ഈ ഉത്തരീയത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് അറിയാം? ഈ ഉത്തരീയം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നമുക്കറിയാം. കാരണം ആദ്യമായിട്ട് പരിശുദ്ധ കർമ്മല മാതാവ് ഈ ഉത്തരീയം നൽകുമ്പോഴേക്കും അന്ന് പുരോഹിതർ ധരിച്ചിരുന്ന ഈ ഉത്തരീയം പിന്നീട് അൽമായരിലേക്ക് എത്തിച്ചത് അവർക്ക് മറിയം നൽകിയ ഉത്തരീയത്തിൻ്റെ ഭാഗം മുറിച്ച് അതിൽ 2 ചരട് കൊണ്ട് ബന്ധിച്ചിട്ടാണ് അതിനെ ഓരോരുത്തർക്കും നൽകിയിരുന്നത്. അതാണ് ഇന്ന് നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന ഉത്തരീയത്തിൻ്റെ രൂപം. അപ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സുമൊക്കെ ധരിക്കുന്നത് അവരുടെ കുപ്പായത്തിൻ്റെ ഭാഗമായിട്ടുള്ള നീണ്ട ഉത്തരീയങ്ങളാണ്. അത് മുഴുവനും തുണി തന്നെയാണ്. പക്ഷേ അൽമായരായ നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് ഒരു ചരട് കൊണ്ട് 2 അറ്റവും ബന്ധിച്ച തുണി കഷ്ണങ്ങളാണ്. അതിനെ ധരിക്കുമ്പോൾ വെറുതെ ഒരു തുണിയായിട്ടല്ല നമ്മൾ ധരിക്കുന്നത്, മറിയത്തിൻ്റെ സംരക്ഷണമായിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം, സ്വർഗത്തിൻ്റെ സംരക്ഷണം, സ്വർഗത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ ഉത്തരീയത്തിന് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. പ്രിയ സഹോദരരെ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹം നിരന്തരം പറയുമായിരുന്നു, എനിക്ക് ശനിയാഴ്ച മരിക്കണമെന്ന്. അദ്ദേഹം ശനിയാഴ്ച മരിക്കണമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ശനിയാഴ്ച മരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന്. മരണക്കിടക്കയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന വണ്ണം അദ്ദേഹം ഒരു ശനിയാഴ്ച തന്നെയാണ് മരിക്കുന്നത്. ഈ മരണക്കിടക്കയിലായിരിക്കുമ്പോഴേക്കും രാത്രി പ്രാർത്ഥനയ്ക്കുള്ള മണികൾ മുഴങ്ങുമ്പോൾ അദ്ദേഹം കൂടെ നിന്ന സെമിനാരി വിദ്യാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്, ബ്രദർ, എന്തിനാണ് ഈ മണി അടിക്കുന്നതെന്ന്. അദ്ദേഹം പറയുന്നു, രാത്രി പ്രാർത്ഥനയ്ക്കുള്ള മണിയാണ് ഫാദർ. പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരും. ശക്തമായ വിശ്വാസമാണ്. തന്നെ വിളിച്ച അമ്മ തന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. തൻ്റെ ഹൃദയവും തൻ്റെ സ്നേഹവും സമർപ്പിച്ച കർമ്മല മാതാവ് തന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം. പ്രിയ സഹോദരരെ, ഉത്തരീയം ധരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കർമ്മല മാതാവിൽ ഈ ഒരു പ്രതീക്ഷയുണ്ടാകണം. അവൾ നമ്മളെ സ്വർഗത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കും. തൻ്റെ പുത്രനുമായിട്ടുള്ള സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ഉത്തരീയം ധരിക്കേണ്ടത്? ഉത്തരീയം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ്, അതൊരു സംസ്കാരമാണ്. വെല്ലുവിളി എന്ന് പറയാൻ കാരണം വെറുതെ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെയല്ല ഞാൻ ഉത്തരീയം ധരിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തെയും എൻ്റെ ജീവിതത്തെയും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കണം. നിരന്തരമായ കുമ്പസാരത്തിലൂടെയും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തണം. അപ്പോഴതെനിക്കൊരു വെല്ലുവിളിയാകുന്നു. കാരണം ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ ഉപേക്ഷിക്കാൻ ബോധപൂർവം ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ, എൻ്റെ പല സുഖങ്ങളെയും സന്തോഷങ്ങളെയും വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ ഉത്തരീയം എനിക്ക് വെല്ലുവിളിയാകുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് എനിക്കൊരു മഹാഭാഗ്യമാകുന്നത് എപ്പോഴാണ്? ഞാൻ ഈ ഉത്തരീയത്തെ ധരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് അമ്മ തന്നെ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ എൻ്റെ പരിശ്രമങ്ങളെ അവൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും തിന്മയെ നിരന്തരം പോരാടുവാനായിട്ടുള്ള ശക്തി എനിക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ആത്മീയ യുദ്ധത്തിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, എൻ്റെ അമ്മ എന്നോടൊപ്പം പോരാടുന്നു എന്നുള്ള ഒരു ഉറപ്പ് വിശ്വാസികളെ നമ്മൾക്ക് ഓരോരുത്തർക്കും അമ്മ നൽകുന്നു. പ്രിയ സഹോദരരെ, കർമ്മല മാതാവിൻ്റെ ഉത്തരീയം ധരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി അമ്മ നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നു. ഉത്തരീയം ധരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഓർത്തിരിക്കാനായിട്ടുള്ള ചെറിയൊരു സൂക്തമാണ്, ഉത്തരീയം ധരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കരങ്ങൾ പിടിക്കുകയല്ല, മറിച്ച് എൻ്റെ അമ്മ എൻ്റെ കരങ്ങൾ പിടിച്ച് എന്നോടൊപ്പം നടക്കുന്നു. അത് എനിക്ക് രക്ഷയുടെ കാരണമായി തീരുന്നു. കാരണം അവൾ ഒരിക്കലും എന്നെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോകുന്നില്ല. അവൾ എന്നെ എപ്പോഴും
സ്നേഹതീരത്തിലൂടെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നു. ആമേൻ.